മറ്റൊരാൾക്ക് എങ്ങനെയാണ് റിച്ചിന് അക്കൗണ്ട് എടുത്തു കൊടുക്കേണ്ടതെന്ന് നോക്കാം. അതായത് നിങ്ങളുടെ റിച്ചിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ശേഷം ഇത് കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ അഫിലിയേറ്റ് ലിങ്ക് എന്നത് ക്ലിക്ക് ചെയ്യുക. ശേഷം കോപ്പി റെഫർ ലിങ്ക് എന്നത് ക്ലിക്ക് ചെയ്യുക. റെഫർ ലിങ്ക് കോപ്പി ആക്കിയിട്ടുണ്ട്. ശേഷം മുകളിൽ കാണുന്ന പ്രൊഫൈലിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത ശേഷം ലോഗൗട്ട് ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ഹോം സ്ക്രീനിലേക്ക് പോയ ശേഷം നമ്മൾ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് റിച്ചിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും. താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ പാക്കേജസ് ഒക്കെ കാണുന്നതാണ്. ഏതൊക്കെ പാക്കേജസ് ആണെന്ന് കാണുന്നതാണ്. നമുക്ക് ഏത് പാക്കേജാണോ വേണ്ടത് ഇത് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ടർ പാക്കേജ് തന്നെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതിനുവേണ്ടി സ്റ്റാർട്ടർ പാക്കേജ് ബൈ നൗ എന്നത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ഫസ്റ്റ് നമ്മുടെ അഫിലിയേറ്റ് കോഡ് തന്നെയാണ് വന്നതെന്ന് ശ്രദ്ധിക്കണം. പിന്നീട് നെയിം അടിക്കുക. സ്റ്റേറ്റ് അപ്പോൾ ജസ്റ്റ് നെയിം കൊടുക്കുകയാണ്, സ്റ്റേറ്റ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഫോൺ നമ്പർ, ഇമെയിൽ ID, പിന്നെ പാസ്വേഡും കൂടി കൊടുക്കുക. പാസ്വേഡ് അവർക്ക് പിന്നീട് ചേഞ്ച് ചെയ്യുന്നതാണ്. ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് എക്സാമ്പിളായിട്ട് കൊടുക്കുകയാണ്. എല്ലാം കൊടുത്ത ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം വീണ്ടും മുകളിലോട്ട് തന്നെ സ്ക്രോൾ ചെയ്യുക. അവിടെ നമ്മൾ പ്ലേസ് ഓർഡർ എന്നത് ക്ലിക്ക് ചെയ്യുക. ശേഷം മേക്ക് പേയ്മെൻറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഇമെയിൽ ID-യും ഫോൺ നമ്പറും ഒന്നുകൂടെ കൊടുക്കാറുണ്ട്. അത് ഒന്നുകൂടെ കൊടുക്കുക. ഇതിലേക്കാണ് ഒരു Gmail വരാനാണ്. അപ്പോൾ അത് ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് മേക്ക് പേയ്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് വെച്ചാണോ പേയ്മെൻറ്റ് നടത്തേണ്ടത് UPI ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. UPIയിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം പ്രൊസീഡ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഡയറക്റ്റ് ഗൂഗിൾ പേയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് പേയ്മെൻറ്റ് നടത്തണം. ബാക്കി പേയ്മെൻറ്റ് നടത്തുന്നതൊന്നും റെക്കോർഡ് അവൈലബിൾ അല്ല. അപ്പോൾ ഗൂഗിൾ പേയിൽ സപ്പോർട്ടല്ല. ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് നടത്തിയ ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് തന്നെ ബാക്ക് അടിച്ച് പോകരുത്. റീഡയറക്റ്റായിട്ട് ഒന്നുകൂടെ നമ്മൾ റിച്ചിൻ്റെ അക്കൗണ്ടിലേക്ക് ഒന്നുകൂടെ കയറുന്നതാണ്. ഇപ്പോൾ ചെയ്ത അക്കൗണ്ട് നമുക്ക് കിട്ടിയ ശേഷം മാത്രമേ നമ്മൾ ബാക്ക് അടിച്ച് പോകാൻ വേണ്ടി പാടുള്ളൂ. അതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കസ്റ്റമർ കൈമെന്ന് വാങ്ങേണ്ടത് അവരുടെ നെയിം, Gmail ID, ഫോൺ നമ്പർ, ഇത് 3 ആണ്. അതുപോലെ പേയ്മെൻറ്റും കൂടെ വാങ്ങിയ ശേഷം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി.